അപ്പൊ നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്തത്? ചെറുതാക്കിട്ട് പറഞ്ഞാൽ മതി. ചെറുപ്പളശ്ശേരി എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തും ആ ഓട്ടോഷോ കോഴിയായിരുന്നു. രാവിലെ വന്ന് സ്കൂളിന് മുന്നിൽ നിൽക്കും, പിന്നെ വൈകുന്നേരത്ത് കൊണ്ട് നിൽക്കും. കുട്ടികളെ ഡ്രോപ്പ് ചെയ്യല്ലേ? നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സംസാരം ഭയങ്കര രസമാണ്. അതിലാണോ വീണത്? എത്ര നമ്പർ ഉണ്ടായിരുന്നു ടോട്ടല്? ടോട്ടൽ ആ പേഴ്സിനുള്ള നിറച്ച നമ്പറുകളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയി പോയി. ഓരോ കിളി തിന്നണ്ട അരിമണി ദൈവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ തിന്നണ്ട അരി ഇതായിരുന്നു. അതിനൊക്കെ ചീത്താക്കാരണ പൊഞ്ചേച്ചി. ആദ്യമൊക്കെ ഞാൻ കരയുന്നു, ഇപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് പറഞ്ഞിട്ടോട് വെച്ചോളൂ. ഇവര് സൗണ്ട് മാറി, അവര് ടോൺ മാറി നമുക്ക് മനസ്സിലാവും പറയണത് കള്ളാണ് സത്യമാണെന്ന്. ഇവർക്ക് പൊട്ടന്മാർക്ക് അത് മനസ്സിലാവും. തളരരുത് രാമൻകുട്ടി, തളരരുത്. പറയട്ടെ, അത് ഓൾവേസ് ടൈം അല്ലേ. സുമ്മയുടെ താഴെ ഒരു സുജിയും കിടക്കുന്നു, സുജിയും ചെറുപ്പശ്ശേരി കിടക്കുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ തായാട്ടനെ വെറുതെ വിളിച്ചിട്ട് വിഷയം എന്ന് വെച്ചാൽ വെറുതെ വിളിച്ചതാ. അന്ന് എന്റെ തലയിലായതാ. കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞങ്ങൾ ആകെ ഞമ്മളെ കണ്ടിട്ട് തോന്നുന്നു വാട്സാപ്പില് DP മാത്രം കണ്ടിരുന്നേ. പക്ഷെ അപ്പക്ക് ഡൗട്ട് ഫോണിൽ കണ്ടിട്ട് ഞാൻ പണ്ടല്ലേ ഞാൻ പറയാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്, അതിപ്പോ പറയാൻ കഴിയില്ല. ഇവളെ ആത്മാർത്ഥം ഇഷ്ടപ്പെടുന്ന ഉറപ്പിച്ചിട്ടില്ല. ഇവളെ എങ്ങനെ കാണണ്ട, നമുക്ക് മുഖം നേരെ കണ്ടാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. വിചാരിച്ചു ഇവളുടെ ഒരു ദേവിയായിട്ട് വരുന്നു. ഞാനാണ് വിളിച്ചത്. അതിലിപ്പോ ഞാൻ എങ്ങനെ മനസ്സിലാക്കുക? ഇവിടെ വരെ വന്നതല്ലേ എന്റെ വീട്ടിൽ കയറി പോന്നൊക്കെ പറഞ്ഞു. പറയാ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന ചെക്കൻ മുസ്ലിമാണ്. ഓനോട് പേര് വെച്ചപ്പോ ഹിന്ദുവിന്റെ പേര് പറഞ്ഞിട്ട് എല്ലാ പേരെന്ന് വെച്ചാൽ വിജീഷ് ഉമ്മ വീട്ടിലുണ്ട്. ആര് ഒരു പ്രത്യേക ജീവിതം അല്ലേ? അവിടെ കുപ്പി ബീർ കുടിക്കും. ഏട്ടാ ഇവിടെ ഞാൻ പറയുന്ന ഞാൻ വിഷയപ്പെട്ട ബീർ അടിക്കുന്നത്. ഞാൻ അങ്ങനെ സ്റ്റാർട്ടിങ് വച്ച പറഞ്ഞു, നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അച്ഛനില്ലേ കുടി കുടിക്കും, ഇങ്ങനെ നിക്കും, അനങ്ങനില്ല. ഇവിടെ എന്ത് ചർച്ച? അവസ്ഥയുള്ള അച്ഛന്റെ മുടിയാണ്. അല്ല, അപ്പൊ എങ്ങനെയാണ് നിങ്ങളൊന്നും കണ്ടുമുട്ടിയത്? അതിൽ ഇത്ര കാശുകാരി വീട്ടിലെ പെൺകുട്ടി അതൊരു ഭയങ്കര ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി. എന്നാലും ഇപ്പം വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷക്കാരനാണ് എന്നുള്ള രീതിയിലായിരുന്നു. ചിലപ്പോ അച്ഛനും അമ്മയൊക്കെ എന്റെ ഇഷ്ടം നിന്നേനെ. പക്ഷെ നമുക്ക് കുറെ ഫാമിലി ബന്ധുക്കൾ എല്ലാ കുടുംബത്തിലും കീടങ്ങളുണ്ടാവും. ഭയങ്കര സ്റ്റാറ്റസ് നോക്കുന്ന കുറച്ച്. ഇപ്പൊ ചിലപ്പോ അച്ഛനും നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം, അവള് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് അവൾ പൊക്കോട്ടെ, അവൾക്ക് അവ ഇഷ്ടമുള്ളതല്ലേ. പക്ഷെ ആ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു ഫാമിലി ആരുടെ ബോട്ടിൽ എന്ന് വെച്ചപ്പോ അവർക്ക് മറ്റേ ഇഷ്ടം എന്റെ മൂഡ് പൊക്കോട്ടെ എന്നങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അവരുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്തത്? ചെറുതാക്കിട്ട് പറഞ്ഞാൽ ഞാൻ ചെറുപ്പളശ്ശേരി എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തും ആ ഓട്ടോഷോ ഗ്രാമത്തിലൊരു കോഴിയായിരുന്നു. ഓട്ടോഷോ ഞാനിവിടെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു. ഞാന് ഓട്ടോറിക്ഷ ഓടിക്കണോ? ഇതിലേറ്റിട്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ചിലപ്പോ ഞാൻ സിനിമ അതല്ല അന്ന് സമ്മതിക്കില്ല ചേട്ടാ, സമ്മതിച്ചു കൊടുത്തേ. അപ്പൊ ചിലപ്പോ ആൾക്കാർ വിചാരിക്കും ചിലപ്പോ ചെറുതായിട്ട് കോഴിത്തരക്ക് ഉണ്ടായിരുന്നു, ഇല്ല നമ്മള് പറയണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ മറ്റേ ആൾക്കാർ വിചാരിക്കും ചിലപ്പോ നമ്മള് ഡയലോഗ് പറയാണ്. അങ്ങനെ ശരിക്കും അങ്ങനെയല്ല. ഇവിടെ ചെപ്പച്ചേരി സ്കൂളിൽ പഠിക്കുന്നത്, അതായത് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ തൃശ്ശൂർ തൃപ്രയാറാണ്. ഞാൻ 2 വർഷം എന്റെ ആന്റിയുടെ വീട്ടിൽ പഠിച്ചത്. ഞാൻ അന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്നതുകൊണ്ട് അന്ന് ഞാൻ ഫുൾ ടൈം സ്കൂളിന്റെ മുന്നിലാണ്. അതായത് രാവിലെ വന്ന് സ്കൂളിന് മുന്നിൽ വെക്കും, പിന്നെ വൈകുന്നേരത്ത് വന്ന് നോക്കും. കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാൻ പണി എടുക്കാൻ രീതിയിൽ നോക്കാൻ. അന്ന് നമ്മൾ ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഓട്ടോറിക്ഷ നമുക്ക് ഒരു ഡയലോഗ് ഒക്കെ എഴുതി. അന്ന് ഈ കൊല്ലം ഷാഫിയുടെ ഒക്കെ പാട്ടിലെ തരംഗല്ലേ, ആ ഡയലോഗ് ഒക്കെ എഴുതി. അത് എഴുതി അങ്ങനെ സ്കൂളിൽ അങ്ങനെ ഞാൻ ഒറ്റക്കല്ല, കുറെ ആൾക്കാർ പേര് പറയണല്ലേ ഇപ്പൊ സെറ്റിൽ ആയിട്ടിരിക്കാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും കഴിഞ്ഞു. അപ്പൊ എല്ലാരും അങ്ങനെ ലോലം. പക്ഷെ ഇവിടെ ഞാനന്ന് കണ്ടിട്ടില്ല. അപ്പൊ അന്ന് നമുക്കൊരു സ്വഭാവം ഉണ്ട്, മറ്റേ ഈ ഫോണിൽ നമ്മൾ ഓരോരുത്തരുടെ വർത്താനം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അതായത് ഫോണിൽ മാത്രം വിളിക്കണത് എനിക്കിങ്ങനെ കറക്കി കുത്തി. സംസാരം ഭയങ്കര രസമാണ്. അതിലാണോ വീണത്? അല്ല, ഞാനിതുപോലെ ഈ ഫേസ്ബുക്കിലില്ലേ അന്ന് ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്നു. അതായത് പറഞ്ഞ അത് അക്കൗണ്ട് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. സുജിൻ കൃഷ്ണാസ് എന്നൊക്കെ ആയിരുന്നു പേര്. അപ്പൊ അത് ഞാൻ അങ്ങനെ എഴുതിയിട്ട് ഓരോ ഡെയിലി രാവിലെ ഞാൻ ഓരോ ക്യാപ്ഷൻ എഴുതിയിട്ടായിരുന്നു. അതായത് ഓരോ ഡയലോഗ്. ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ കൊറേയൊക്കെ മറന്നു. 2G സ്പീഡിൽ എന്താ കൊറേ ഡയലോഗുകളുണ്ട്, ഇപ്പൊ ഓർമ്മല്ല. അന്ന് ഇതുപോലെ അങ്ങനെ എഴുതിയിട്ടായിരുന്നു. പെട്ടെന്ന് ഓർമ്മല്ല, ഞാൻ അവസാനം ഓർമ്മ വെച്ച് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ എഴുതിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തർ നല്ലൊരു കമ്പനി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മാത്രം ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സത്യം കണ്ടിരുന്നില്ല. എല്ലാരും വിചാരിക്കണം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ കണ്ടിട്ട് അങ്ങനെയല്ല ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞ അങ്ങനെയല്ല. പിന്നെ ഇവള്
ഇവള് ഇവിടുന്ന് പഠിത്തം ഞാൻ 10th കഴിഞ്ഞ് ഇവിടെ പോയി. ഞാൻ അവിടെ എന്റെ നാട്ടിൽ ഞാൻ അവിടെ +1 ചേർന്നു. അപ്പൊ എന്റെ നാട്ടിൽ ഞാൻ ഇരിക്കുമ്പോ മറ്റേ എന്റെ ഒരു കൂട്ടുകാരൻ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മറ്റേ അവിടെ ഒരു കുട്ടിണ്ട്, നമ്മൾ സംസാരിച്ചപ്പോ മറ്റേ ഒക്കെ ബ്ലോക്ക് ആക്കി വാട്സാപ്പിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ 2 ആൾക്കാർ പറഞ്ഞു, എടാ മറ്റേ എന്താ കുട്ടിയുടെ പേര് നിത എന്നാണ്, തൃശ്ശൂരാണ് വീട്, നമ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ പറയുമ്പോ നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോ, അന്ന് ഒരു രസമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു മറ്റേ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓടിയത് ഇത്രയും ചെക്കന്മാരെ മെസ്സേജ് ബ്ലോക്ക് ആക്കിയപ്പോ നല്ല കുട്ടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നി. പക്ഷെ അവരെല്ലാരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാ ചെയ്തത്. ഞാനത് ഓർമ്മ, ഞാനത് മലയ്ക്ക് നോമ്പ് എടുക്കണതിന്റെ കുറച്ച് ദിവസം മുന്നേണ്. അപ്പൊ ഞാൻ ഇവൾക്കൊരു മെസ്സേജ് ഓട്ടോഗ്രാഫിൽ എന്റെ ക്ലാസ് കൊടുക്കുന്നത് നമ്മള് അന്ന് 10th കഴിഞ്ഞ് പോരുമ്പോ ഓട്ടോഗ്രാഫി നമ്മൾ നമ്പർ ചെയ്തൂലേ, അപ്പൊ അങ്ങനെ നമ്പർ ചെയ്തപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഓട്ടോഗ്രാഫിന്ന് അവൻ പോലും അറിയാണ്ട് നമ്പർ എടുത്തോളൂ. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ കുട്ടി തന്നെയാണ് നമ്പർ കിട്ടാൻ വേണ്ടി ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും. നമ്പർ ഓട്ടോഗ്രാഫ് നോക്കും, മറ്റുള്ളവർ നോക്കും. അന്നൊക്കെ ലാൻഡ് ഫോൺ നമ്പർ ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മള് ചോദിച്ചു വാങ്ങാറ് സമയത്ത് അങ്ങനെ നമ്പർ ഇട്ട് പിന്നെ ഞാൻ അങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, ഒരു ഹായ് വിട്ടു. അന്ന് നമ്മള് ഫോൺ കേടാ, ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ ഞാൻ മലയ്ക്ക് നോമ്പ് എടുക്കാണ്. നോമ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഫോണിലുള്ള നമ്പർ ഡിലീറ്റ് ചെയ്തു. അപ്പൊ എന്റെ സേവ് ചെയ്ത് വെച്ച നമ്പറൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് നല്ല സാമിക്കുട്ടിയായി. നല്ലതായി. ഞാൻ എക്സാം ആയതുകൊണ്ട് ഞാൻ എന്റെ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ പക്ഷെ പിന്നെ ഏട്ടൻ മലയ്ക്ക് പോയി ആ ടൈമിലാണ്. അല്ല ഞാൻ മലയ്ക്ക് മാറിട്ടേ അമ്പലത്തില് വൈകുന്നേരത്ത് ഇരിക്കുക, അതിലേക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ആരാന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാൾ. അപ്പൊ നമുക്ക് അറിയാത്ത നമ്പറത്തിന് മെസ്സേജ് ആവുമ്പോൾ ആദ്യം വന്ന് കിടക്കുക ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ സാധാരണ പോലെ ആരാണ് എന്താന്നൊക്കെ വെച്ചിട്ട് ഞാൻ ആൺകുട്ടി എന്നുള്ള രീതിക്ക് തന്നെ എന്തോ വിളിച്ചൂല്ലേ ബ്രോന്ന് എന്തോ വിളിച്ചു, ഓർമ്മയില്ല. നല്ല രീതിയിൽ സംസാരിച്ചു. അതിൽ ഇവള് ഗേളാണ് പറഞ്ഞു അടുത്തും കേട്ട്. അതൊക്കെ നോക്കി കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല ഇത് ഇവൻ തന്ന നമ്പറിലുള്ള കുട്ടിയാണെന്ന് എനിക്കറിയില്ല. അതില് മറ്റേ അങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ വിട്ടു, ഓരോ വിട്ടു. പിന്നെ ഞാൻ ശബരിമലന്ന് വരുമ്പോഴാണ് എനിക്കിങ്ങനെ പറയല്ലേ ഇരിക്കുമ്പോൾ ഓർമ്മ വരാറില്ലേ. അപ്പൊ മല ഇറങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് പോരുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് അയച്ച നമ്പറാണത്. അതിന് പിന്നെ മെസ്സേജ് അയച്ചൂലേ, അതിന് അപ്പക്ക് മനസ്സിലായി എനിക്ക് പിന്നെ മനസ്സിലായി. അതിലെ പിന്നെ മെസ്സേജ് പിന്നെ അതിൽ മെസ്സേജ് അയച്ചു. പിന്നെ നോർമലായിട്ടുള്ള വർത്തമാനം പറഞ്ഞു. പക്ഷെ അതൊന്നും കഴിയുന്നു. അത് നമ്പർ എവിടെ കിട്ടി വെച്ചപ്പോ ഞാൻ ആരുടെ പേര് പറഞ്ഞു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉത്തരം. അപ്പൊ അവള് ഇതുപോലെ ഞങ്ങള് ജസ്റ്റ് സംസാരിച്ചു. അപ്പൊ ചെപ്പശ്ശേരിയാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ജസ്റ്റ് കമ്പനി ആയി. അപ്പൊ ഞങ്ങളങ്ങനെ അത്ര കമ്പനി ആയപ്പോ ഞങ്ങൾ നിർത്തി സംസാരം എന്ന് പറയുന്നില്ല. പിന്നെ ഒരു ദിവസം ഉത്തരനെ വിളിച്ചിട്ട് പറഞ്ഞു ആരാ സുജി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരാ ചോദിച്ചപ്പോ പറഞ്ഞു എല്ലടി എന്നിട്ട് എന്താണ് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ നീയാ നമ്പർ കൊടുത്തതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നമ്പർ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ ആണോ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഈ ഏട്ടൻ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നമ്മൾ സംസാരിച്ച് ഞാൻ അവിടെ നിർത്തി. പക്ഷെ അവരുടെ നിന്റെ നമ്പർ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ അറിയില്ല ഇത്രന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. അതെന്തറിയോ നമ്മൾ ഓരോരുത്തർ കറക്കി കുത്തിയൊക്കെ വിളിച്ചേർന്ന സമയത്ത് വെറുതെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കൊറേ നല്ല കമ്പനികൾ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ കറക്കി കുത്തി വിളിക്കും, സംസാരിക്കും, അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ വിളിക്കുമ്പോ ചിലപ്പോ അവർ ചോദിക്കും, ചിലപ്പോ ഉദാഹരണത്തിന് ആരുടെ നമ്പർ കിട്ടി. അപ്പൊ നമ്മൾക്ക് കുറെ കുട്ടികൾ പെട്ടെന്ന് എന്റെ നാമം വന്ന പേര് ഉത്തരാന്നാണ്. അതല്ല ഉത്തരേടുത്ത് പറഞ്ഞത്. ഉത്തരേടുത്ത് ഞാൻ സംസാരിക്കുമ്പോ എവിടുന്ന പേര് കിട്ടിയ വെച്ചപ്പോ നമ്പർ കിട്ടി വെച്ചപ്പോ ഞാൻ എടുത്ത നാവിന് ഇതൊക്കെ ഇത് തന്നാണ് പറഞ്ഞു ഞാന് ഒറ്റയടിക്ക്. അത് പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഉത്തരമുള്ള ഫ്രണ്ടാണ് എനിക്കറിയില്ലായിരുന്നു. ഉത്തരയുടെ നമ്പർ എനിക്ക് വേറെ ആളാ തന്നത്, ഇവളെ നമ്പർ എനിക്ക് വേറെ ആളാ തന്നത്. അങ്ങനെ അതായതാണ്. എത്ര നമ്പർ ഉണ്ടായിരുന്നു ടോട്ടല്? ടോട്ടൽ ആ പേഴ്സിനുള്ള നിറച്ച നമ്പറുകൾ. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടത്തിലായപ്പോഴാണ് നമ്പറൊക്കെ ഞാൻ കളയിപ്പിച്ചല്ലോ സ്വയം കളഞ്ഞത്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ ചേട്ടനൊരു പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഫോണിലൊരു അവിഹിതം. പാവന്ന് എത്രേ കരഞ്ഞു. അല്ല ഞാൻ സത്യം പറയാം അത് അവൾക്ക് ഫസ്റ്റ് ആണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നല്ല കുട്ടിയാണ്. അതല്ല അത് പെട്ടെന്ന് അത്ര ഹേർട്ട് ആവാനായിട്ട് ഇതൊക്കെ ഓർത്തിട്ടുണ്ടാവും. അന്നൊക്കെ നമ്മളറിയോ പേഴ്സില് നമ്പറുകൾ ചൂട്ടി അന്നിട്ട് ഇപ്പോഴും നല്ല ഇപ്പൊ ഞാൻ ഇതാക്കല്ലേ ആ സമയത്ത് നമുക്ക് നമ്പർ പേഴ്സിൽ നടക്കും. അപ്പൊ ആരെങ്കിലൊക്കെ കാണുമ്പോ നമ്മള് വെറുതെ ഇങ്ങനെ പൂരപ്പറമ്പിലെ ഇവിടെ ഇങ്ങനെ നോക്കി അങ്ങനെ കാണുമ്പോ നമ്പർ കൊടുക്കുക ആ സമയം. പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്തൊക്കെ ഉണ്ട്, ഇപ്പൊ ഒരാൾ ഐഡിയ ഇട്ടാൻ വേണ്ടി എന്തൊക്കെ ഐഡിയ ഉണ്ട്. ഇന്ന് ഇതിലും വലിയ ഇതാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ഓക്കെ എനിവേ ഇദ്ദേഹം നമ്പർ എടുത്തിട്ട് മെസ്സേജ് ചെയ്തു. എനിക്ക് ഇനി പൊന്നുചേച്ചിന്റെ അടുത്ത് ചോദിക്കാനുള്ളേ, എല്ലാരും ബ്ലോക്ക് ചെയ്ത പൊന്നുചേച്ചി എന്തുകൊണ്ട് ഈ നമ്പർ ബ്ലോക്ക് ചെയ്തില്ല? നമ്മുടെ
ഓരോ കിളി തിന്നണ്ട അരിമണി ദൈവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ തിന്നണ്ട അരി ഇതായിരുന്നു. അവള് തെറ്റിപ്പോയി അല്ലെ, ഉത്തരയുടെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ തെറ്റിപ്പോയി. അല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ആരെ കോഴിയെന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഞാനില്ലേ അങ്ങനെ പിന്നെ സംസാരമൊക്കെ നിർത്തിയതായിരുന്നു. പിന്നെ ജനുവരി 1-ാം തീയതി പിന്നെ ജനുവരി 1-ാം തീയതി ആയപ്പോ ഒരു കൊല്ലത്തെ ഗ്യാപ്പ് തോന്നുന്നു, അത്ര ഗ്യാപ്പ് പോകുന്നു. അപ്പൊ ജനുവരി 1-ാം തീയതി ആയപ്പോ അതുപോലെ എന്റെ ഫ്രണ്ട്സ്, ഇവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ അതുപോലെ വിളിച്ച് പറഞ്ഞു നീ ഇവിടെ നിന്ന് ഞങ്ങളൊക്കെ മറന്ന് ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല, ന്യൂ ഇയർ ആയിട്ട് ഒരു വിഷ് പോലും ഇല്ല, അങ്ങനെ കൊണ്ട് എല്ലാവരും ഇതും പരാതി. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് എല്ലാവരും വിളിച്ചെന്ന് പറഞ്ഞ് ജസ്റ്റ് ന്യൂ ഇയർ വിഷ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഫ്രണ്ട്സിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ സുമ്മയുടെ താഴെ ഒരു സുജിയും കിടക്കണം, സുജിയും ചെറുപ്പശ്ശേരി കിടക്കണം. അപ്പൊ ഞാൻ വെച്ചാൽ താഴെ വെറുതെ ന്യൂ ഇയർ വിഷ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ വെറുതെ വിളിച്ചതാ. വിളിച്ചു അന്ന് എന്റെ തലയിലായതാ. 1-ാം തീയതി വിളിച്ചു, 7-ാം തീയതി ഞാൻ ഇഷ്ടം പറഞ്ഞു. ഒരാഴ്ചക്കുള്ളില് സെറ്റ്. ചേച്ചി എന്നിട്ട് എത്ര നാളെടുത്ത് എസ് പറയാൻ? അല്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നില്ല കേട്ടോ, കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞങ്ങൾ ആകെ ഞമ്മളെ കണ്ടെങ്കിൽ തോന്നുന്നു വാട്സാപ്പിൽ DP മാത്രം കണ്ടിരുന്നേനെ, ചെറുതായിട്ടൊരു ഫോട്ടോ അല്ലാണ്ട് ഞങ്ങൾ കണ്ടില്ല. പക്ഷെ അപ്പൊരു ഡൗട്ട്, ഫോണിൽ കൂടെ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ പറയാം. അപ്പൊ നമ്മൾ ഓരോ നോക്കുമ്പോക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടാന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഇവിടെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഇനി വിടില്ല, ഇവിടെ ഉള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. പക്ഷെ കാണാന്നുള്ള രീതിക്ക് വന്നിച്ചപ്പോ നമ്മള് ഇവിടെ തൃപ്രയാറ് തൃപ്രയാർക്ക് നമ്മൾ 300 എണ്ണ അടിക്കണം. അപ്പൊ ഇങ്ങനെ ആലോചിക്കല്ലോ, ഓട്ടോറിക്ഷ പോയി ഇതാണ് ചെലവാണ് അങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ കാണാൻ തീരുമാനിച്ചു ഞാന്. അതിൽ ഞാനൊരു ഇയോണ് വണ്ടി റെന്റ് എടുത്ത് ഞാനൊരു കൂട്ടുകാരനും പോയി. അല്ലല്ലേ ബസ്സിൽ കാണാൻ നമ്മളറിയോ ഇവിടെ ചേർന്നപ്പോൾ അവിടെ എന്തോ ഒരു വർത്തമാനം പറഞ്ഞു തൃശ്ശൂര്. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കാണാൻ വരെ കാര്യം അങ്ങോട്ട് തർക്കിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ എപ്പോ വരും ഞാനെന്നൊക്കെ പറഞ്ഞു. അതിന് ഇവിടെ അഡ്രസ് അയച്ചു തന്നിട്ട് ഞാനൊരു കൂട്ടുകാരനും ഇവിടെ രാത്രി അങ്ങനെയല്ല എടുത്തിട്ട് പറഞ്ഞു ഡാൻസ്. ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് ആണ് 24-ാം തീയതി ഏട്ടൻ വരണം. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഫെബ്രുവരി 24-ാം തീയതി. അപ്പൊ ഏട്ടൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു. ഞാൻ ഏട്ടൻ വരുന്ന എക്സ്പെക്ട് ചെയ്തിരിക്കും. നിങ്ങൾ ഇഷ്ടത്തിലാണ്? കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് രാത്രി നോക്കിയപ്പോണ്ട് വരാന്ന് പറഞ്ഞ ആളുടെ അഡ്രസ്സും കാണാനില്ല. അപ്പൊ ഞാൻ വിളിച്ചോക്കിയപ്പോ എനിക്ക് അന്ന് ഡാൻസ് ഉള്ള കാര്യം തന്നെ മുപ്പത്തേരും മറന്നു. അപ്പൊ പിന്നെ അപ്പോഴേക്കും അവിടെ വഴക്കായി. ഞാൻ വഴക്ക് എന്നെ കാണാൻ വന്നില്ല. ഞാൻ അപ്പോഴേക്കും അല്ല ഞാൻ അന്നോളൂ ഞാൻ ശരിക്കും എസ് പറയണത് അല്ലേ? എസ് പറഞ്ഞ അന്നാണ്. അതായത് 7-ാം തീയതി ഇവിടെ ഒരു നോർമൽ ഇതുപോലെ ആയിരുന്നു. പക്ഷെ എല്ലാരും ആ സമയത്ത് പോലെ ലെവലാണ്. പക്ഷെ എനിക്കിവിടെ കാണാതെ ഒരിക്കലും ഉറപ്പിച്ച് പറയില്ല എന്നുള്ള ഇതുണ്ടായിരുന്നു. ഇവിടെ അന്ന് കാണാണ്ട് അവിടേക്ക് പോണ പറയാ. ഞാൻ സ്കൂട്ടിയുമ്പോ ഞാനും വരുമ്പോഴെ രാത്രി വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി ഞങ്ങളിങ്ങനെ പോയി വണ്ടി എടുത്തിട്ട് ഡിയോമേ ഇതെടുത്തിട്ട് അന്നത്തെ കോമഡിക്കണം. നമ്മള് ബൈക്ക് പോകണ മുഖമൊക്കെ പോണാകെ കാറ്റിനൊക്കെ അറിയില്ല. നമ്മൾ ഇവിടുന്ന് ക്ലിനിക്കിന്റെ ഷാമ്പു ഒക്കെ വാങ്ങി വണ്ടിയിലിട്ടു. എന്നിട്ട് അവിടെ പോയിട്ട് ഇവിടെ സ്റ്റേജ് ഉണ്ട് അവിടെ ഫേസ് വാഷ് വാങ്ങാൻ പൈസ നമ്മളെടുത്ത്. അപ്പൊ നമ്മള് ക്ലിനിക്കിന്റെ ഷാമ്പു ഒക്കെ വാങ്ങി കൈ പിടിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഡിയോന്റെ ഉള്ളിൽ കുപ്പികളൊക്കെ മുഖം ഇവിടെ കാണാൻ പോണേ. എനിക്ക് കുറച്ച് നല്ല മടി ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ കാണണ്ട, നമുക്ക് മുഖം നേരെ കണ്ടാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ വിചാരിച്ചു. അന്നുള്ള അതിൽ കാണുക. ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞ അവിടെ പോയി നിന്നു. ഇവിടെ ഇപ്പൊ വരച്ചിട്ട് ഇവളുടെ ഒരു ദേവിയായിട്ട് വരുന്നു. വടിയും ശൂലവും മുഖത്തൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇന്റെ കൂടെ ചെക്കണ്ട്. ഞാനാണ് വിളിച്ചത്. അതിനിപ്പോ ഞാൻ എങ്ങനെ മനസ്സിലാക്കുക? ഇത് എങ്ങനെയാണ് ഇപ്പൊ എനിക്ക് അറിയണില്ലല്ലോ. അയാലും ഇവള് വന്നു. അവള് വന്നു കേട്ടാ നീതാ ഇതിപ്പോ അറിയുന്നില്ലോ ഇത് എങ്ങനെ ഇത്ര എണ്ണ അടിച്ച് വരും ചെയ്തു, കാണണില്ല. അപ്പൊ പിന്നെ ഇവിടെ വരെ വന്നതല്ലേ എന്റെ വീട്ടിൽ കയറി പോന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അമ്മയുടെ പറഞ്ഞ എന്റെ ഫ്രണ്ട് ഇവിടുന്ന് വരുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു അയ്യോ പിള്ളേർ ഇത്ര ദൂരം വന്നതല്ല അതൊക്കെ അറിയില്ലല്ലോ, ഇതപ്പോ അന്ന് വെള്ളം കൊടുത്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കാണുമ്പോ അവിടെ നല്ല ചൂടാവുണ്ടാവും. എന്റെ ആന്റിയും അമ്മാമ്മയും അമ്മയൊക്കെ പറഞ്ഞു പിള്ളേര് വെള്ളം കൊടുത്തിട്ട് പോയിട്ട് ഇവരെ കൊണ്ട് വീട്ടിൽ ഞങ്ങൾ അതില്ലായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു അവിടെ വരെ വന്നല്ലേ എന്നാലും വീട്ടിൽ കണ്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. അതിൽ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഇവിടെ ഈ മേക്കപ്പ് ഊരണില്ല. എനിക്കാണെങ്കിൽ ഇത് എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, മേക്കപ്പ് ഊരാൻ പറയാൻ പറ്റില്ലല്ലോ. മണിക്കൂറിന്റെ പണിയില്ലേ ദൂരെടുക്കണമെങ്കിൽ. അപ്പൊ ഞാനും ഒന്നുപാടെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഇവിടെ അമ്മ മറ്റേ കടല മുട്ടായി ചിപ്സ് മിച്ചറൊക്കെ കൊണ്ടുവന്ന് വെച്ചു. എനിക്ക് തിന്നാൻ പേടിയാവുക. കാരണം ഇതൊക്കെ ടെൻഷനായി. കാരണം നമ്മള് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ വീട്ടിൽ രാത്രി 12 മണി കണ്ടൂല്ലേ, 12 മണിക്കാണ് വീട്ടിൽ കയറി ചെന്നത്. ഇവിടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്റെ പേര്. ഞാൻ എന്റെ പേരെന്ന് അർജുൻ എന്നല്ലേ പറഞ്ഞു. കള്ളപ്പേരും അതില് കോമഡി എന്നറിയോ, എന്റെ കൂടെ ഇരിക്കുന്ന ചെക്കൻ മുസ്ലിമാണ്.
ഓനോട് പേര് വെച്ചപ്പോ ഹിന്ദുവിന്റെ പേര് പറഞ്ഞിട്ട് അല്ലേ, ഹിന്ദുവിന്റെ പേര് പറഞ്ഞു ഓന്. പേര് എനിക്ക് ഓർമ്മയില്ല. പേര് വെച്ചാൽ വിജീഷ്. ഉമ്മ വീട്ടിലുണ്ട്. ആര് എന്റെ കിളി മാറി. കാരണം നമ്മള് ഇവളെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് രാത്രിയില്ലേ ഇവരോട് പറയണ്ട് പേര് വിജീഷ് ഉമ്മ എനിക്കടി അപ്പൊ കുറച്ചുകൂടെ കപ്പൽ ഇരിക്കണ പ്ലേറ്റ് ഇത് തിന്നവന്. ആ ചേട്ടൻ അതിനെ പറഞ്ഞു പോവാ പറയുന്നത് എനിക്ക് പേടിയിട്ട്. ഇവൻ ചിപ്സും കടലമുട്ട തിന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ അപ്പോഴേക്ക് ഇവിടെ കാണുന്നില്ലല്ലോ, ഞാൻ അറിയില്ലല്ലോ, നമുക്ക് ഫോണുകളിൽ സംസാരിച്ചിട്ടുള്ളൂ. അതില് മറ്റേ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്താണ് ഇപ്പോൾ ശരിക്കും എന്നെ ഇഷ്ടമാണ് പറയുന്നത്. അപ്പോഴേക്ക് ഡൗട്ട്. അപ്പോഴും ഞാൻ ഉറപ്പിക്കുന്നില്ല, കാരണം കണ്ടിട്ടില്ലല്ലോ. ചോദിക്കട്ടെ, ദേവിയുടെ വേഷത്തിൽ വന്നിട്ടാണ് ഇഷ്ടമാണ് പറഞ്ഞത്? അല്ലല്ല, അത് വിളിച്ചിട്ട് അത് തിരിച്ചു പോരുന്ന ഇവള് പറഞ്ഞു അങ്ങനെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞു. അതില് അത് കഴിഞ്ഞിട്ട് പോരാൻ സമയത്ത് പക്ഷെ അപ്പോഴും എനിക്ക് ഇവരും ഡൗട്ട്, ഓളിനിപ്പോ എങ്ങനെയാണ് എന്നൊക്കെ അറിയാം. അത് ഞാൻ ഇവിടെ ദിവസം പറഞ്ഞു നമുക്ക് ഒരു ദിവസം കാണാം. ഇവിടെ വെച്ച് തൃപ്രയാറിൽ നിന്ന് ചെർപ്പളശ്ശേരിക്ക് ബസ്സിലെ വരുന്നു പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ വരാറു ഞാന്. അപ്പൊ ഞങ്ങൾ 2 കൂട്ടുകാരന്മാരൊക്കെ പാടെ ഇവിടെ ഞാൻ പറഞ്ഞു എന്നാ ഈ വായോ ഞാൻ വണ്ടി എടുത്ത് വരാറുന്നു. ഞാൻ കാർ എടുത്ത് പോയിട്ട് ഞാനത് നീല വണ്ടിയിലാ പോണേ. ഞാൻ പിന്നെ പുള്ളിയെടുത്ത് പറഞ്ഞു നീല വണ്ടി ഇതുപോലത്തെ എനിക്ക് നീല വണ്ടി അല്ല എനിക്ക് ഓർമ്മ നീല വണ്ടി. കാരണം ഞാൻ പഠിച്ച വണ്ടി ഓർമ്മ. അതില് ആ വണ്ടിയുടെ ഞാൻ പോയി. ഇവിടെ എന്നിട്ട് പറഞ്ഞു ഞാനൊരു വെള്ള വണ്ടിയിലാണ് SBI ബാങ്കിന്റെ മുന്നേ പറയട്ടെ, ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞില്ല. അതില് മറ്റേ വെള്ള വണ്ടിയിലാണ് SBI ബാങ്കിന് അവിടെ ഉണ്ടാവും. കാരണം ഇവിടെ നടന്ന് വരും ദൂരം കാണാനിക്ക്. ഞാൻ മാറി നിൽക്കുന്നുണ്ട്, കാരണം ഇവിടെ നടന്നു വരും കാണാനിക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് ഇതിർക്ക് കാരണം ഞാൻ ആദ്യം പെൺകുട്ടിനെ കാണാൻ പോണത്. അതായത് ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കുന്ന മെസ്സേജ് അയക്കുന്നെങ്കിലും നേരിട്ട് കാണാൻ പോണത് നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ കാണാൻ പോണത്. അപ്പൊ ഞാൻ ദൂരം തന്നെ നോക്കി മറ്റേ അവളപ്പോ ഒരു കറുപ്പ് ഡ്രസ് അല്ലേ, കറുപ്പ് ചുരിദാറൊക്കെ ഇടുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല കുട്ടിയാണ്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോയി വണ്ടി കയറ്റി. പിന്നെ നേരെ ഞാൻ ചെറുപ്പശ്ശേരി കൊണ്ടു. ഞങ്ങളപ്പോ അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കുറെ നേരം വർത്തമാനം പറയല്ലേ, കുറെ നേരം വർത്തമാനം പറഞ്ഞു. അവളെ ചെറുപ്പശ്ശേരി കൊണ്ടുവന്നിട്ട് ഞാൻ ഇറക്കി. എന്നിട്ട് എന്റെ ഓട്ടോറിക്ഷയിൽ ഞാൻ ഇത് ഷീജാറ്റി കണ്ടാവും. എന്നിട്ട് ഞാൻ ആന്റിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ട് എന്റെ ഓട്ടോറിക്ഷയിൽ ഇറക്കി. ആന്റിന്റെ വിചാരം എന്തായിരിക്കും എല്ലാന്ന് വിളിച്ചു. അന്ന് ആന്റി കാരണം അന്ന് അപ്പൊ ആന്റി വീട് മാറിയൊക്കെ ടൈമായിരുന്നു. അപ്പൊ എനിക്ക് വീട് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്, ആന്റി വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരെ ആയിട്ട് ഫോൺ കൊടുത്തു. എനിക്കറിയില്ല, ഞാൻ ഓട്ടോ ഡ്രൈവറല്ലേ. പിന്നോട് കൊണ്ട് ഇറക്കി. അന്ന് ഞാൻ ഉറപ്പിച്ചു ഇവിടെ ഇന്ത്യയിൽ നിന്ന്. പിന്നെ കൊടുത്തിട്ടില്ല. പിന്നെ ഇഷ്ടപ്പെട്ടു. സൗന്ദര്യം ഉണ്ട്, സ്വഭാവമാണ്. ഞാൻ തമാശ അങ്ങനെ അന്ന് ഇതായതാണ്. പിന്നെ ഇതുവരെ വിട്ടിട്ടില്ല. ചേച്ചി എപ്പോഴാ ഉറപ്പിച്ചത് ഓക്കെ ഇത് മതി? 24-ാം തീയതി ഞാനൊന്നും ഉറപ്പിച്ചിട്ടില്ല. അല്ല ഞാൻ അന്നാ ശരിക്കും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഞാൻ ഉറപ്പിച്ചിട്ടില്ല. ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട ഞാൻ നടന്നു വരുമ്പോ വല്ല പ്രശ്നം ഞാൻ വണ്ടിട്ട് പോയേ. ഓക്കെ, അപ്പം പൊന്നു ചേച്ചി എപ്പോഴാണ് ഉറപ്പിച്ചത് ദിസ് ഇസ് മൈ മാൻ എന്നുള്ള രീതിയിൽ? ഞാനില്ലേ നമ്മൾ സംസാരിക്കുമ്പം ആട്ടാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിക്കുക വലിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ തന്നെ എനിക്കൊരു ഇഷ്ടമാണ്. കാരണം എനിക്ക് ചില ആൾക്കാർ വിശ്വാസമല്ല. ആൾക്കാർ ചിലപ്പോൾ ഞാൻ കുടിക്കും വരൊക്കെ ചെയ്യുന്ന, പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെക്കാറുണ്ട്. പക്ഷെ അല്ലാണ്ട് ഞാൻ അങ്ങനെ തോന്നില്ല. ഞാൻ പാക്കും കൂടെ തിന്നില്ല സത്യം ആണ്. അപ്പൊ എനിക്കൊന്ന് ഇവള് കുടിക്കും വൈനൊക്കെ, ഞാൻ കുടിക്കില്ല. അത് ഞാൻ പ്രഗ്നന്റ് ആയപ്പോ ഏട്ടത്തിന് എനിക്ക് വൈൻ കൊണ്ടുവന്നത് കുടിക്കാൻ. അവിടെ കുപ്പി ബീർ കുടിക്കും. ചേട്ടൻ നോക്കിയിരിക്കും, ഭാര്യ കുടിക്കും. ഏട്ടാ ഇവിടെ ഞാൻ പറയുന്ന ഞാൻ വിഷയം ബീർ അടിക്കുന്നത്. ഇപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യും അവളൊരു യൂട്യൂബർ ആയപ്പോ അടി തുടങ്ങിയത്. അല്ല ഞാൻ എന്റെ വിഷ്ണു കമ്പനി കൊടുക്കണം. വിഷ്ണു കമ്പനി ഞങ്ങൾ മര്യാദകളൊക്കെ ചില്ല് വൈബാണ്. പിന്നെ ഫോണ് കുടിക്കും, ശാസ്ത്രം നല്ല കുടിക്കും. അല്ല പൊഞ്ചേച്ചി നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കൂടാ. ഏട്ടനൊന്നും അറിയില്ല, ഒരു ചില്ലിങ് അറിയില്ല. എനിക്ക് എന്റെ ഏറ്റവും കൂടുതൽ ലഹരി എന്ന് പറഞ്ഞാൽ രാത്രി. അല്ല ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വച്ച പറഞ്ഞു നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം എന്താണെന്നറിയോ ബ്രാൻഡിന് കുടിക്കുള്ളൂ. സിപ്പിടുത്ത കുടിക്കുക. ഈ ഉദാഹരണം എന്റെ ഒരു മാമുണ്ട്, പേര് പറയില്ല. ഞാനൊരു മാമനും പാടെ ഫസ്റ്റ് ടൈം അതല്ല ഒരു 2ാമത്തെ 3ാമത്തെ തവണ ഇവിടെ വീട്ടിലേക്ക് പോയിന്നാണ്. മറ്റേ എന്ത്
നമ്മളൊരു ആദ്യം ഒത്തുതീർപ്പും കാര്യം അങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലേക്ക് ഞാൻ എന്റെ മാമൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ടോ കല്യാണം കഴിഞ്ഞിട്ട്. കുട്ടിയാണ് ഞാന് ഇവള് അമ്മ എന്റെ ഒരു മാമനൊക്കെ ആ ചേച്ചി ഇവിടെ വീട്ടിൽ പോയിട്ടാണ്. അതിൽ ഇവിടെ അച്ഛനെ ഒക്കെ ബ്രാൻഡ് സാധനം അടിക്കുള്ളൂ. അതായത് സിപ്പ് തന്നെ അടിക്കുള്ളൂ. ക്ലാസ്സിൽ ചോദിച്ചാൽ തുള്ളി വെച്ച് വരാൻ മണിക്കൂർ അടിക്കുള്ളൂ. എന്റെ മാമനൊക്കെ ഒറ്റ വലിയാണ്. അതില് രണ്ടെണ്ണം അടിക്കില്ല വെച്ചു. അച്ഛനുണ്ട്, പിന്നെ എന്റെ വേറെ മാമാരുണ്ട്. ഇവര് 4 ആളുമ്പാടി ഇരുന്നിട്ട് അടിക്കണേ. ഇവര് 3 ആളും സിപ്പ് അടിച്ചിട്ട് അടിക്കണുള്ളൂ. എന്റെ കൂടെ വന്ന മാമന് സാധാരണ ഓട്ടോ അടിക്കലേ, രണ്ടിടത്തും കളത്തിൽ അവിടെ വാളിച്ചു. കോംപ്രമൈസ് ആക്കാൻ ചെന്ന വീട്ടില് വാളിച്ചിട്ട് സത്യം അത് ചിരിച്ചു മാമല്ലേ പിടിച്ചു അത്രേ എന്റെ തറവാട്ടിലെ വാള് വെച്ചു. അത് പിടിച്ചു. അവിടെ നിന്ന് വാള് വെക്കല പിടിച്ചു. അപ്പുറത്തെ ഇവിടെ തറവാടുണ്ട്, അവിടെ വിടണം. ഞാൻ പറയും പോയി കോർണം എന്നാ തെങ്ങിന്റെ പോയിരിക്കുന്നു. അപ്പൊ എന്താ ചോദിച്ചു, ഞാൻ വാള് വെക്കാൻ. കാരണം ആ ഒറ്റയടിക്ക് കുടിച്ചു. വിളക്ക് നല്ല കുടിക്കും. ഞാൻ പറയാം എല്ലാം പറയും. എനിക്ക് കുറച്ച് പറയാനുണ്ട്. വീട്ടിലേക്ക് വരും, കുട്ടികൾക്കുള്ള മുട്ടായി കവറൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പഴത്തെ തോളി കുപ്പിയാവും. ഇവിടെ കമ്പനി കൊടുക്കാൻ എല്ലാരും ഇവിടെ ചേട്ടൻ കുടിക്കില്ലല്ലോ. ഇവിടെ അല്ലല്ല മാമാരുണ്ടല്ലോ, പച്ച വന്നാലും മാമാരൊക്കെ വരും. അപ്പൊ എല്ലാരും കൊണ്ട് കമ്പനി അടിച്ച് കുടിക്കും. വീട്ടുകാരൊക്കെ കാണുമ്പോ ഞാൻ പറയാ എല്ലാം എനിക്ക് കുറച്ച് പറയാനുണ്ട്. എന്റെ അച്ഛൻ കുടിക്കും. പക്ഷെ അങ്ങനെ കുടിച്ച് അവിടെ പോയി ഉള്ളു. അങ്ങനെയല്ല, ബ്രാൻഡഡ് സാധനങ്ങൾ നോർമലായിട്ട് അങ്ങനെ കുടിച്ചു നടക്കുന്ന മാത്രം. അവള് പിന്നെ എപ്പോഴും കുടിക്കില്ല, ആഴ്ചയിൽ 7 ദിവസം മഴയുള്ളപ്പോഴും മഴയില്ലാത്ത പോയിക്കണത്. അല്ല അച്ഛൻ അവിടെ പറയുമ്പോ വർക്ക് അച്ഛാകെ ഒരു മാസം, വർഷത്തിൽ 1 മാസമാണ് നാട്ടിലേക്ക് വരാം. അവിടെ വെച്ചാൽ അവർക്ക് വെള്ളിയാഴ്ചകളിൽ മാത്രമേ അവർക്ക് കുടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ സമയത്തും കുടിക്കാൻ പറ്റും. ഇവിടെ വരുമ്പോ കൊല്ലത്തിൽ 12 മാസം കുടിക്കും. അതാണ് സത്യം. അല്ലാണ്ട് ഉള്ള പരിപാടി ഒന്നുമില്ല. ഇവിടെ എന്ത് ചർച്ച, അവസ്ഥയുള്ള അച്ഛന്റെ മുടിയാണ്. ഇത് കണ്ടു എന്റെ അച്ഛൻ കുടി നിർത്തട്ടെ, എന്റെ മകളിനെ അപമാനിച്ചു പറഞ്ഞിട്ട്. മകളല്ല മരുമകൻ. അച്ഛന് നല്ല കാര്യം. ശരി. അപ്പൊ ഇപ്പൊ ആഫ്റ്റർ ബീയിങ് എ പേരന്റ് നിങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ, വീട്ടുകാരെ വേദനിപ്പിച്ചിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ? നല്ലോണം തോന്നുന്നു. ഇപ്പൊ ഏട്ടന്റെ തോന്നുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്കായാലും, അമ്മയ്ക്കൊരു മകനാണ്, ഒരു മകളാണ്. അപ്പൊ മകന്റെ കല്യാണം എങ്ങനെ ഉണ്ടാവുന്ന അമ്മയ്ക്ക് അമ്മയുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ഒറ്റ മകളാണ്. അപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്റെ കല്യാണം എങ്ങനെയായിരിക്കും? കല്യാണം കടം കൊണ്ട് അയ്യറിയോ? അമ്മക്ക് ക്യാൻസർ, ഞാൻ താമസിക്കുന്ന പട്ടപ്പരയില് കറണ്ട് ഇല്ല, പെങ്ങള് പഠിക്കണു, എനിക്ക് സ്വന്തമായിട്ട് ഒരു പണിയില്ല, ആര് കൊണ്ടുവരാനാണ്? പക്ഷെ എന്നല്ല എല്ലാ പാരന്റ്സും ഉണ്ടാക്കില്ല. എത്ര ഒരു പട്ടപ്പരയാണെന്ന് പറഞ്ഞാൽ പാരന്റ്സിന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ചേച്ചി 10 പട്ടപ്പരയായിരുന്നു, ചേച്ചിയുടെ കല്യാണം കുറിച്ച് അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നല്ലത്. അപ്പൊ അതുപോലെ തന്നെ എന്റെ പെങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രാമം പോലും കൂടി കൊടുക്കാം. അത് വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതിന്റെ ഉത്തരം പറയാം. അമ്മയ്ക്ക് അങ്ങനല്ലോ മറ്റേ ഞാനൊരിക്കലും പെങ്ങൾക്ക് എത്ര പവർ ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോ ഞാൻ ആ 10 ചോദ്യം ഒറ്റടിക്ക് കൊടുത്തു. പിന്നെ ചോദിക്കേണ്ടി വന്നില്ല. അല്ല അപ്പൊ എല്ലാ പാരന്റ്സിനും ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ? പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ മോളായാലും കിടുബേബിയായാലും നമുക്ക് അവരെ പറ്റിയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ചിലപ്പോ അവരതുപോലെ ഒന്നും ആയിരിക്കും, അവരുടെ ആഗ്രഹങ്ങൾ വേറെ ആയിരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ തോന്നാറുണ്ട്